നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടെത്തിയ സന്തോഷം മറ്റുള്ളവർക്കും പങ്കുവെക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഒറ്റയ്ക്കുള്ള വിജയത്തെക്കാൾ വിലയുള്ളത് കൂടെ കൂട്ടിയുള്ള യാത്രയാണ്. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. ലോകം ചുറ്റാനിറങ്ങിയ ഒരു യാത്രാ സംഘം ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. അപ്രതീക്ഷിതമായുണ്ടായ പൊടിക്കാറ്റിൽ സംഘത്തിലെ അംഗങ്ങൾക്ക് വഴിതെറ്റി. അവർ പല സംഘങ്ങളായി മരുഭൂമിയിൽ ചിതറിപ്പോയി. അതിൽ 2 പേർ തങ്ങൾക്ക് പോകേണ്ട ദിശ അറിയാതെ രൂക്ഷമായ പൊടിക്കാറ്റിലും ചൂടിലും ചുറ്റിത്തിരിഞ്ഞു. രാത്രിയായപ്പോൾ അസഹ്യമായ തണുപ്പ്, ഒപ്പം കരുതിയിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ മണിക്കൂറുകൾ തള്ളി നീക്കി. രാത്രിയുടെ നിശബ്ദതയിലും കൊടും തണുപ്പിലും ക്ഷീണിതരായ അവർ എങ്ങനെയൊക്കെയോ ഉറങ്ങി. കണ്ണു തുറക്കുമ്പോൾ ശക്തമായ ചൂട് കാറ്റടിക്കുന്ന പകൽ. തൊണ്ട വരണ്ടിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിൽ തളർന്നുപോയ അവർ മരണം മുന്നിൽ കണ്ടു. എങ്കിലും തങ്ങളെ രക്ഷിക്കുവാൻ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു സഹായത്തിനു വേണ്ടി അലറി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ മണലാരണ്യത്തിൽ ആരും അവരുടെ ശബ്ദം കേട്ടില്ല. അവശരായി മുന്നോട്ട് നടന്ന അവർ ദൂരെ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറിയ പച്ചപ്പ്. പക്ഷികൾ കൂട്ടത്തോടെ പറക്കുന്നു. അവരുടെ മുഖം തെളിഞ്ഞു. ആ ഭാഗത്തേക്ക് അവർ ഓടിയെത്തി. അവർ ചെന്നെത്തിയത് ഒരു പാറക്കൂട്ടത്തിനടുത്തായിരുന്നു. പാറക്കൂട്ടത്തിനപ്പുറം ഒരു അരുവിയുടെ ശബ്ദം കേട്ടു. പക്ഷികളുടെ കരച്ചിൽ കേട്ടു. താഴ്വരയിൽ പച്ചപ്പുയർത്തി നിൽക്കുന്ന ചെടികളും മരങ്ങളും നറുമണം പരത്തുന്ന പൂക്കളും കണ്ടു. ആ കാഴ്ച കണ്ട ഈ 2 പേരിൽ ഒരാൾ മറ്റേയാളോട് ഒന്നും പറയാതെ ആ താഴ്വരയിലേക്ക് ഓടിയിറങ്ങി അപ്രത്യക്ഷനായി. പക്ഷെ രണ്ടാമൻ ഒരു ചെറു പുഞ്ചിരിയോടെ മരുഭൂമിയിലേക്ക് തിരിച്ചു നടന്നു. തലേ ദിവസം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പലരും ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നുണ്ട് എന്ന് അയാൾക്കറിയാമായിരുന്നു. താൻ കണ്ടെത്തിയ ആ പച്ചത്തുരുത്തിലേക്ക് അവരെയും എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ അയാൾ നടന്നകന്നു. നമ്മൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത എത്രയോ പേർ ഈ ഭൂമിയിലുണ്ട്. നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യസ്നേഹം. സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ നാം സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ചിന്തകളും സ്വപ്നങ്ങളും പ്രവൃത്തികളും നന്മകൾ കൊണ്ട് നിറയ്ക്കുക. അവിടെയാണ് യഥാർത്ഥ സ്വർഗം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.